സോ ഹലോ ഗൈസ് വാട്സപ്പ്, ഞാൻ സ്വന്തം മച്ച് ഗെയിമിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് മൈക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് മിനി വേൾഡിലാണ്. ഏത് കൂട്ടുകാരും മറ്റേ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് സബ്സ്ക്രൈബ് ടാർഗറ്റ് 400 ആൻഡ് ലൈക്ക് ടാർഗറ്റ് ആണെങ്കിൽ 10. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് എൻ്റെ പൊന്നു ഗൈസ്. അപ്പോൾ ഞാനിത് മൊത്തം ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ബഗ്ഗാണ് കേട്ടോ ഗൈസ്. ബെഡ്റോക്കിലൊരു ബഗ്ഗാണെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഓക്കെ, അപ്പോൾ ഇതും അതെ, നമ്മുടെ ബാംബു ഫാർമും അതെ, അതേപോലെ നമ്മുടെ ഷുഗർ ഫാർമും അതെ. ഇത് രണ്ടിൻ്റെയും റെയിൽ വർക്കിംഗ് ആവുന്നത് പ്രോബ്ലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബെഡ്റോക്ക് എഡിഷനിലുള്ള ഒരു ബഗ്ഗാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ബഗ് മാറ്റാൻ വേറെ ഐഡിയ ഒന്നും ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല. ഓക്കെ, അപ്പോൾ എന്താണ് അത് കറങ്ങി ചുറ്റി വന്ന് ഇതാണ്ട് അവിടെ സ്റ്റക്കാവും. ഇതിപ്പോൾ വർക്കായല്ലോടെ ഗൈസ്. എന്തോ ഒരു ഭാഗ്യം ഉണ്ടെന്നാണ് തോന്നുന്നത്, ഇത് വർക്കായി. ഓക്കെ, അപ്പോൾ ബഗ്ഗാണ് കേട്ടോ ഗൈസ്. ആ ബഗ്ഗാണെന്ന് മനസ്സിലായി നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ റെയിലും കൂടെ ഒന്ന് വർക്കായി കിട്ടിയ രക്ഷപ്പെട്ടാണ് ഗൈസ്. ഇത് വർക്കാവുന്നില്ല ഗൈസ്. ഇതിനി വർക്കാവണമെങ്കിൽ അടുത്ത എന്തെങ്കിലും കാട്ടുമ്പോൾ വർക്കാവുമായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 60 എണ്ണം ഉണ്ട്. ഓക്കെ, 2 സ്റ്റാക്കോളം ആവുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ ട്രേഡിംഗ് ഹാളിൻ്റെ ഫുൾ പരിപാടി കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു ഗൈസ്. ആ പ്രോജക്റ്റ് നമ്മളൊരു സൈഡിലേക്ക് വെച്ചിട്ട് ഈ പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇനി ഇതിൻ്റെ വീഡിയോസ് ഇടുള്ളൂ കേട്ടോ. എല്ലാവരും മാക്സിമം ആക്കിയിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ഇതിൻ്റെ ട്രേഡിംഗ് ഹാളിൻ്റെ വീഡിയോസ് ഇനി ഇടലുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് ഹാളിൻ്റെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കണോ അതിൻ്റെയൊക്കെ ഫാർമുകൾ ഉണ്ടാക്കുന്ന വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്നാൽ ഗൈസ് നമ്മുടെ പ്ലാനിങ് എന്താ വെച്ചാൽ, ഞാൻ ഇവിടെ ഒക്കെ നിന്നിട്ടില്ല ഗൈസ്. ഓഫ്കോഴ്സ് നമ്മുടെ സംഭവം നിന്നിട്ടില്ല. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റ് നമ്മൾ ചെയ്യാൻ പോട്ടെ. നമ്മൾ ഒരു പ്രൊജക്റ്റ് നമ്മൾ വെച്ചായിരുന്നു, നമ്മുടെ കസ്റ്റം വില്ലേജ്. ഓക്കെ ഗൈസ്, കസ്റ്റം വില്ലേജിലേക്കുള്ള നമ്മുടെ ഫസ്റ്റത്തെ അപ്ഗ്രേഡ് പ്രൊജക്റ്റ് ABCD ഒക്കെ ആയിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എനെ ഞാൻ 3 തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എയിലെ ഫസ്റ്റത്തെ പ്രൊജക്റ്റ് എന്താ വെച്ചാൽ ഇവിടെ മൊത്തം ഡേറ്റൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം ഗൈസ്. ആ കുന്നും മലയൊക്കെ ഇടിച്ച് നിരത്തി ഇതൊന്ന് ക്ലിയർ ചെയ്ത് ഈ ഐലൻഡ് മൊത്തം നമുക്ക് സെറ്റ് ചെയ്യണം ഗൈസ്. ഈ ഐലൻഡ് മൊത്തം ഒരു വലിയൊരു കസ്റ്റം വില്ലേജ് നമുക്ക് സെറ്റ് ചെയ്യണം. ഈ ഐലൻഡ് മൊത്തം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പകുതിയെങ്കിലും നമുക്ക് കവർ ചെയ്യണം. പിന്നെ നമ്മൾ ഈ വീട് പൊളിക്കുക ഗൈസ്. നമ്മൾ വെറൈറ്റി വീട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ടാലൻറ്റ് മൊത്തം നമ്മൾ പുറത്തിറക്കാൻ പോകുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ വീട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട് അവിടെയല്ല ഗൈസ് കൊണ്ടുവരുന്നത്, അത് തന്നെയാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇവിടെ അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുമായിരിക്കും. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇതാണ്ട് ഇവിടെ ആയിരിക്കും നമ്മുടെ എൻട്രി ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ആ വീട് പൊളിച്ചിട്ട് ഈ മലയിലായിരിക്കും നമ്മുടെ വീട് നമ്മൾ സെറ്റ് ചെയ്യുക. ഈ മലയിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഗൈസ് ആ മലയിൽ നമുക്ക് സെറ്റ് ചെയ്യാം, അതായിരിക്കും ഇച്ചിരി കൂടെ എളുപ്പം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കീഴിലുള്ള വില്ലേജ് എന്നുള്ള ഒരു മൈൻഡാണ് ഗൈസ്. ഓക്കെ, നമ്മളാണല്ലോ ഈ രാജാവ്, ഈ വേൾഡിലെ രാജാവ് നമ്മളാണല്ലോ. അപ്പോൾ ഗൈസ്, അപ്പോൾ അതിൻ്റെ ഒരു രാജാവ് എന്ന നിലയിൽ നമ്മളാണ് ഏറ്റവും പൊക്കത്ത് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു മലപ്പൊക്കത്ത് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ടേക്കായിരിക്കും കസ്റ്റം വില്ലേജസ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മുടെ ഹോം വരിക. ഹോം നമ്മൾ ഇതാണ്ട് ഇവിടെ ആയിരിക്കും സെറ്റ് ചെയ്യുക. ഹൈറ്റിലാക്കാൻ പറ്റിയ ഹൈറ്റിലാക്കാം, എന്നിട്ട് സ്റ്റെപ്പൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങോട്ടേക്കൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഇവിടെ മൊത്തം നമുക്കൊന്ന് നിരത്തണം കേട്ടോ. അതുകൊണ്ട് ആ ഭാഗം നിരത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഈ ഭാഗം നമുക്ക് നിരത്തേണ്ട വരുമായിരിക്കും ഗൈസ്. ഇതിന് മൊത്തം ഒന്ന് വെയിൽ കെട്ടണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പ്രോജക്റ്റ് എന്താ വെച്ചാൽ നമ്മൾ 3 തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ 3 തിരിക്കുന്നതിൽ ഫസ്റ്റ് നമ്മൾ ഈ ഡേറ്റ് എടുത്ത് കളയാന്നാണ് ഒന്നാമത്തേതിൻ്റെ ഇത് വരുന്നത്. ഡേറ്റ് മൊത്തം എടുത്ത് കളയുക. ഡേറ്റ്, അതുപോലെ കല്ല്, മണ്ണ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കല്ല്, കോബിൾ സ്റ്റോൺ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് കളയാന്നാണ് എയിലെ ഫസ്റ്റത്തെ പ്രൊജക്റ്റ്. സെക്കൻഡത്തെ പ്രൊജക്റ്റ് ഇവിടെ മൊത്തം നമുക്ക് വാൾ വെക്കണം. വാൾ വെച്ചിട്ട് സോംബികളൊന്നും കയറാത്ത രീതിയിൽ വാൾ വെച്ച് സെറ്റ് ചെയ്യണം. തേർഡ് വരുന്നത് ടോർച്ച് വെക്കണം. ഓക്കെ, ലാൻഡേൺ ഉണ്ടാക്കിയിട്ട് ലാൻഡേൺ വെക്കണം. അങ്ങനെ ഏനെ നമ്മളങ്ങനെ 3 തിരിച്ചിട്ടുണ്ട്. ആ 3 രീതിയിലായിരിക്കും നമ്മളിവിടെ മൊത്തം ക്ലിയർ ചെയ്യാൻ പോകട്ടോ. അപ്പോൾ നമുക്ക് ഓരോ പ്രൊജക്റ്റ് ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും എനിക്ക് തോന്നുന്നു ഗൈസ്. അതാണ് ഞാൻ പിന്നെ ആ പരിപാടിയിലേക്ക് കിടന്നത്. ഓക്കെ, അപ്പം അത് ചെയ്തതിന് ശേഷം വാളും വെച്ച് ലാൻഡേണും വെച്ച് ലൈറ്റപ്പ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മുടെ ഓരോരോ പരിപാടി തീർക്കുക. നമ്മൾ അവിടെ നിന്ന് പണി തീർത്ത് വരുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ടാണ് വെച്ചാൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പാല നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പാൽ ഇച്ചിരി കൂടെ വെറൈറ്റി പാലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാലായിരിക്കും നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോട്ടെ. ഈ പാലം ചേഞ്ച് ചെയ്യാൻ പോകണം. അപ്പോൾ പാലായിരിക്കും ഫസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ പാലത്തിൻ്റെ രീതിയിലായിരിക്കും അങ്ങോട്ട് ഡേറ്റും വരിക, അതുപോലെ ഫുൾ ഏരിയ സെറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ പരിപാടി ഉണ്ട്.
അപ്പോൾ നമ്മളെന്താണെങ്കിലും ആദ്യം ഞാൻ വിചാരിച്ചു ഈ വേൾഡ് അങ്ങ് ഭയങ്കര ബഗ്ഗായിട്ട് വേൾഡ് ഒഴിവാക്കണം. അപ്പോൾ ഞാൻ ഒറിജിനൽ ബെഡ് റോക്ക് എഡിഷൻ എടുത്താലും ഈ ബഗ് ഉണ്ടാവും എന്നാണ് എനിക്ക് കിട്ടിയ അറിവ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിൽ ബഗ് ഉണ്ടാവും, അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ എടുത്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇത് തന്നെയാണ് ബാക്കി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പ്ലാനിങ് ഒക്കെ ഞാൻ ഇന്ന് പറഞ്ഞു വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മരം മൊത്തം ക്ലിയർ ചെയ്യാൻ പോവാണ്. മരം മൊത്തം ക്ലിയർ ചെയ്ത് ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്യാൻ പോകട്ടെ. വീട് നമ്മൾ ലാസ്റ്റ് ഓഫ് അതിന് ക്ലിയർ ചെയ്യാൻ ഓർത്ത്. ഓക്കെ, മരം മൊത്തം നമ്മൾ ക്ലിയർ ചെയ്യണം. മരവും അതേപോലെ നമ്മുടെ പാലത്തിൻ്റെ പരിപാടി നമ്മൾ തുടങ്ങാൻ പോകണം. അപ്പോൾ പാലം നമ്മൾ ആദ്യം പൊളിച്ചളയും, ആദ്യം മരങ്ങളെല്ലാം പൊളിച്ചളയാം, എന്നിട്ട് പാലം പൊളിച്ചളയാം കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നമ്മുടെ ഫാർമുകളൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ലെവൽ ചെയ്തിട്ട് വേണമായിരുന്നു ഗൈസ് ഫാർമുകളൊക്കെ ഉണ്ടാക്കുന്നത്. കാരണം ചെയ്തോ ഇതിൻ്റെ ഉള്ളിലേക്ക് കുഴി ഗൈസ്. ഇനി ഇതൊക്കെ ഞാൻ ലെവലാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബ്രീഡിംഗ് ഫാമൊക്കെ ആകാശത്ത് ഇരിക്കും, അതാണ് വിഷയം. അപ്പോൾ നമ്മൾ പിന്നെ ഇനി ഇത് ലെവലാക്കി നിൽക്കുന്നില്ല, നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഐലൻഡ് മാത്രം നമ്മളങ്ങ് ക്ലിയർ ചെയ്യാൻ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെറിയ പ്ലാനിങ് എല്ലാം പറഞ്ഞാണ്. അപ്പോൾ നമ്മളെന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിൽ നമ്മൾ മിക്കവാറും പാലുണ്ടാക്കുന്നതായിരിക്കും. മറ്റന്നാളത്തെ എപ്പിസോഡാകുമ്പോഴേക്കും നമുക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ മാറ്റി മരങ്ങളൊന്നും വെട്ടണം. അത് കഴിഞ്ഞ് ഡേറ്റ് മാറ്റാൻ പറ്റുന്നത്ര മാറ്റണം. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ കസ്റ്റം വില്ലേജിൻ്റെ പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മളതൊന്ന് പറയാൻ വേണ്ടി വന്നു കേട്ടോ. പിന്നെ നമ്മൾ കസ്റ്റം വില്ലേജൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെയായിരിക്കും നമ്മൾ ഡ്രാഗനെ കൊല്ലാൻ പോലും, അതേപോലെ എലേറ്റർ എടുക്കാൻ പോകുന്നതിലും, അതേപോലെ ഇതിനകത്ത് ഇവിടെ കൊണ്ടുവരേണ്ട ഫാർമുകൾ ഇനിയും കുറേ ഉണ്ട്. അപ്പോൾ ആ ഫാർമുകൾ കൊണ്ടുവരുന്നതിലും, പിന്നെ ഓഫ് ക്യാമറയിൽ ഇരുന്നിട്ടായിരിക്കും ഈ ഡേറ്റ് മൈൻഡ് ചെയ്യലും എല്ലാം നമ്മൾ ഓഫ് ക്യാമറ തന്നെയായിരിക്കും. പിന്നെ ഞായറാഴ്ചകളിൽ നമ്മൾ ലൈവ് ഇടാൻ നോക്കാം കേട്ടോ. ഓക്കെ, ഞായറാഴ്ചകളിൽ നമ്മൾ ഡേറ്റൊക്കെ മൈൻഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ ലൈവ് ഇടാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ ഈ വില്ലേജുകളെല്ലാം തല്ലിപ്പൊളിക്കണം. ഇവിടെ കസ്റ്റം വില്ലേജ് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ജാപ്പനീസ് ബിൽഡിംഗ് ആയിട്ട് വരണോ അതോ വേറെ ടൈപ്പ് ബിൽഡിംഗ് ആയിട്ട് വരണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ വില്ലേജ് എങ്ങനത്തെ ടൈപ്പ് വില്ലേജ് വരണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമൻറ്റിങ് ഒക്കെ നോക്കേണ്ട സമയമാണ് ഇനി തൊട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ജാപ്പനീസ് പോലെ ബിൽഡിംഗ് ആയിട്ട് വരണോ. ജാപ്പനീസ് ബിൽഡിംഗ് ആയിട്ട് വരുമ്പോൾ എൻ്റെ ഹോമിൻ്റെ പ്ലാനിങ് ഞാൻ ഇപ്പോൾ വെച്ച പ്ലാനിങ് പറ്റൂല. എൻ്റെ ഹോമിൻ്റെ പ്ലാനിങ്ങും മാറ്റണം. ജാപ്പനീസ് ബിൽഡിങ്ങിൻ്റെ ഒരു പ്ലാനിങ് തന്നെയാണല്ലോ എൻ്റെ ഹോമിന് വരുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഫുള്ള് വെറൈറ്റി ആവണമല്ലോ ഗൈസ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡലാവണം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അപ്പോൾ അതിന് ഇത് ഫുൾ മൈനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം. ഇതൊക്കെ മൈനിങ് ചെയ്ത് തീർക്കുമ്പോഴും ഒരു നേരമാവും. ഓക്കെ, അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് അടുത്ത പരിപാടി തുടങ്ങുമ്പോൾ അടുത്ത നേരമാവും. ഓക്കെ, അപ്പോൾ ഫുള്ള് തീർത്തിട്ട് എന്താണെങ്കിൽ നമ്മുടെ കസ്റ്റം വില്ലേജിൻ്റെ പരിപാടി തീർത്തിട്ട് നമ്മളെന്താണെങ്കിലും ഈ ഐലൻഡിനോട് വിട പറയുന്നുള്ളൂ ഗൈസ്. അപ്പോൾ ഫുള്ള് സെറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ഗൈസ്, നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പോൾ നമ്മുടെ ഐലൻഡിൻ്റെ പ്രൊജക്റ്റ് നമ്മളെന്താണ് തുടങ്ങാൻ പോവാണ്. ഐലൻഡിൻ്റെ പോലും ഗൈസ്, നമ്മൾ കസ്റ്റം വില്ലേജിൻ്റെ പ്രൊജക്റ്റ് തുടങ്ങാൻ പോവാണ്. ചില്ലറ പരിപാടിയൊന്നും അല്ല, അതെനിക്ക് ഉറപ്പാണ്. എന്താണെങ്കിലും നമ്മളങ്ങ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ലെവലാക്കാണ്ട് അവിടെ ഇവിടെയൊക്കെ പണിത് വെച്ച് അങ്ങനെ ആക്കാന്ന്. അപ്പോൾ അത് വൃത്തിയേടാവും ഗൈസ്. അപ്പോൾ ഇതേപോലെ വൃത്തിയേടായി കിടക്കും ഗൈസ്. അവിടെ പൊങ്ങി ഇവിടെ പൊങ്ങിയും ഒക്കെ വൃത്തിയേടായി കിടക്കും. പിന്നെ നമ്മൾ കസ്റ്റം വില്ലേജ് വെറുതെ പണിത് വെക്കുക, അവിടെ നമുക്ക് നമ്മുടെ വില്ലേജേഴ്സിനെ അവിടെ ഇറക്കി വിടും ചെയ്യും കേട്ടോ. നമ്മുടെ ഉള്ള വില്ലേജേഴ്സിനെ മൊത്തം നമ്മൾ അങ്ങോട്ടേക്ക് വിടും. മീൻസ് ഉദ്ദേശിച്ചത് ഒരു 5-6 വില്ലേജേഴ്സിനെ. ഓക്കെ, പിന്നെ അവർ അവിടെ കിടന്ന് ബ്രീഡാവും എന്നാ വെച്ചാൽ കാട്ടിക്കോട്ടെ. നമ്മളവിടെ ഇതൊക്കെ ഉണ്ടല്ലോ, എന്താ ഫുഡിൻ്റെ ക്യാരറ്റൊക്കെ നമ്മൾ വെക്കും, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അവർ ഫാർം ചെയ്ത് അവർ സ്വന്തം ബ്രീഡായി അങ്ങനെ നടന്നോളും. അപ്പോൾ നമ്മളവിടെ വെക്കേണ്ട ബെഡ് മാത്രം വെച്ച് കൊടുത്താൽ മതിയായിരിക്കും അവർക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിരിക്കും ഫുള്ളൊരു സെറ്റപ്പ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിവിടെ കസ്റ്റം വില്ലേജ് ഉണ്ടാക്കി കഴിയുമ്പോൾ ലാസ്റ്റ് ഫൈനൽ ആകുമ്പോൾ കസ്റ്റം വില്ലേജ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ലാസ്റ്റ് ഫൈനൽ വില്ലേജസിന് ലാസ്റ്റ് ഫൈനൽ ഇടുമല്ലോ. കാരണം വില്ലേജസിന് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്ട് ഈ വില്ലേജ് ഫാർം അതുപോലെ എല്ലാ ഫാർമും നിൽക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ നമ്മുടെ ട്രേഡിംഗ് ഹാൾ നിൽക്കില്ലായിരിക്കും. വില്ലേജ് ഫാർം നമ്മുടെ ക്യാരറ്റ് ഫാർമൊക്കെ നിൽക്കാൻ വലിയ ചാൻസ് കൂടുതലാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ക്യാരറ്റ് ഫാർം വർക്കാവുന്നുണ്ട്, പക്ഷേ സാധനം ചെയ്തത് ശരിയാണ്, പക്ഷേ ഞാനൊരു ചെറിയ പൊട്ടത്തരം ചെയ്തോന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കി ഇപ്പോൾ ഈ ട്രേഡിംഗ് ഹാൾ ഇതൊരു വില്ലേജ് ആയിട്ടാണ് കൂട്ടുന്നത്. ഇവിടെ ഒരു 10-20 വില്ലേജസ് ഉള്ളതുകൊണ്ട് ഇതൊരു വില്ലേജ് ആയിട്ടാണ് കൂട്ടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബ്രീഡിംഗ് ഫാം അതും ഒരു വില്ലേജ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു 2 വില്ലേജസിന് ഇട്ട് അവർക്കും 2 ബെഡ് കൊടുത്തു. അപ്പോൾ അവിടെ ഒരു വില്ലേജ് ആയിട്ടാണ് വരുന്നത് ഗൈസ്. അപ്പോൾ ഇത് 3 വില്ലേജസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ വില്ലേജും റെഡിയായി, ഈ വില്ലേജും റെഡിയായി. അതേപോലെ നമ്മുടെ
അയൺ ഫാം അതും വേറൊരു വില്ലേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ 3 വില്ലേജ് നമ്മുടെ ഓക്കെയാണ്. ആ 3 വില്ലേജ് നന്നായി വർക്ക് ആവുന്നുണ്ട്. പക്ഷേ ഈ വില്ലേജ് നമ്മൾ 100 ബ്ലോക്ക് വിട്ടിട്ടല്ല ചെയ്തേക്കുന്നത്. ഈ ക്യാരറ്റ് ഫാർമായ ഈ വില്ലേജ് നമ്മൾ 100 ബ്ലോക്ക് വിട്ടിട്ടല്ല നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മൾ അതൊരു പൊട്ടത്തരാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് അത് കാരണമായിരിക്കാം ഇതുവരെയായിട്ടും വർക്ക് ആവാത്തത്. ഒരു പക്ഷേ അത് കാരണമായിരിക്കും. അല്ലെങ്കിൽ വേറൊരു പക്ഷേ ഇവൻ്റെ ഇൻവെൻറ്ററി മൊത്തം നിറയണം. ഇവൻ്റെ ഇൻവെൻറ്ററി മൊത്തം നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇവൾക്ക് കിട്ടാൻ തുടങ്ങുള്ളൂ. ഇവർക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇവൾക്ക് കൊടുക്കുന്നത് മൊത്തം നമ്മുടെ ഓപ്പറ വിത്ത് മൈൻക്രാഫ്റ്റ് വലിച്ച് മൈൻക്രാഫ്റ്റ് വലിച്ച് ചെസ്റ്റിലേക്ക് കൊണ്ടുപോയി വരും. അങ്ങനെയാണ് സെറ്റപ്പ്. അപ്പോൾ ഒന്നെങ്കിൽ ഇവൻ്റെ ഇൻവെൻറ്ററി നിറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ 100 ബ്ലോക്ക് വിടാത്തത് കൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അതെന്താണെങ്കിലും അത് നമുക്ക് ഉടനെ അറിയാൻ കഴിയും. കാരണം വെച്ചാൽ നമ്മൾ ഇവിടെ ഫുള്ള് മൈനിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് വരുമ്പോഴും ഇത് നല്ലോണം വർക്കിംഗ് ആവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാൻ ഞാനപ്പോൾ ഇതിൻ്റെ പരിപാടി ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതുകൂടാണ്ട് നമ്മുടെ പരീക്ഷയും തുടങ്ങിയേക്കട്ടെ, ക്രിസ്മസ് പരീക്ഷ. ഓക്കെ, അപ്പോൾ അതിൻ്റെയും ചില്ലറ പരിപാടിയൊക്കെ ഉണ്ട്, പഠനം പരിപാടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരു ദിവസം ഇടവിട്ടിട്ടായിരിക്കും. എന്നാലും പരീക്ഷ കഴിഞ്ഞാൽ 19-ാം തീയതി പരീക്ഷ അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും ഓൺ ദ വേ ആവും. നല്ല ഡെയിലി വീഡിയോസുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാൻ എല്ലാവർക്കും ബൈ.